ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഡി കുക്സ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ല ടേസ്റ്റുള്ളൊരു എഗ് പെപ്പർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ട് ആദ്യം തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് ചേർത്ത് നമുക്കിത് പുഴുങ്ങിയെടുക്കാം. ഇത് തോടെല്ലാം കളഞ്ഞ് വരഞ്ഞ് മാറ്റി വയ്ക്കാം. നമുക്കിനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന 4 സവോളയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വഴട്ടാം. ഇതിനി ഒരു 4-5 മിനിറ്റ് നേരം നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന 4-5 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഇത് നന്നായിട്ട് നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒരു 3-4 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് വഴറ്റണം. ഇപ്പോൾ ഇതിൻ്റെ കളറെല്ലാം മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കാം. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. കറിക്ക് ആവശ്യമായ എരിവ് നമുക്ക് കിട്ടുന്നത് ഈ പെപ്പർ പൗഡറിൻ്റെയും പച്ചമുളകിൻ്റെയും ആണ്. ഇപ്പോൾ പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് വെന്തുടഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഈ സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ഈ കറിക്ക് ഒരു സ്പെഷ്യൽ മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇപ്പോൾ ചാറൊക്കെ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചാറെല്ലാം കുറുകി നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ എഗ് പെപ്പർ റോസ്റ്റ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കറിയുടെ കളറെല്ലാം മാറി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണിത്. ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അടുത്തൊരു നല്ല റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.